അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി കറിയാണേ. സോയ ചങ്ക് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് ആദ്യം ചൂടുവെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ടുണ്ട് സോയ ചങ്ക്സ്. പിന്നെ നമുക്കതിൻ്റെ മസാലയ്ക്ക് വേണ്ട ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എണ്ണയിലോട്ട് ചെറിയ ജീരകം ഇട്ട് അതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായയും ചേർത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടിയും ചേർക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്യുക. ചെറിയ തീയിൽ കുറച്ച് സമയം അടച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചൂടുവെള്ളം ആവശ്യത്തിന് വേണ്ട ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ചന മസാലയാണ് ഇടുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് പാലൂടെ ചേർത്തിട്ടുണ്ട്, തേങ്ങാപ്പാലൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി, പൂരി ഇതിനൊക്കെ നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ഗ്രേവി തന്നെയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് സോയ ചങ്ക്സിൻ്റെ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചപ്പാത്തി, പൂരി അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കുമല്ലേ ഇതുപോലെ തന്നെ.